എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് വേക്കൻസിയുണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് വേക്കൻസി ഉള്ളത്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ 24 സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ജോലി വരുന്നത് 3 ഇയേഴ്സിലേക്കാണ്. പിന്നീടത് 2 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. പ്രായപരിധി വരുന്നത് 20 മുതൽ 35 വയസ്സ് വരെയാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്നും വേക്കൻസിയും ക്വാളിഫിക്കേഷനും ഒക്കെ നോക്കാം. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് ജൂനിയർ ടെക്നിക്കൽ മാനേജർ സിവിലാണ്. ശമ്പളം ലഭിക്കുന്നത് 40,000 മുതൽ 1,40,000 വരെയാണ്. വേക്കൻസി 35 SC 3, ST 1, OBC 10, EWS 5, അൺറിസർവ്ഡ് 16. ക്വാളിഫിക്കേഷൻ വരുന്നത് BE അല്ലെങ്കിൽ BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. കൂടാതെ 2 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ മാനേജർ ഇലക്ട്രിക്കലാണ്. ശമ്പളം ലഭിക്കുന്നത് സെയിം തന്നെയാണ്. 40,000 മുതൽ 1,40,000 വരെയാണ്. ആകെ വേക്കൻസി 17 SC 3, ST 2, OBC 5, EWS 2, അൺറിസർവ്ഡ് 5 വരുന്നത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE അല്ലെങ്കിൽ BTech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ 2 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ മാനേജർ SNT ആണ്. ശമ്പളം ലഭിക്കുന്ന സെയിം തന്നെയാണ്. വേക്കൻസി 3 അൺറിസർവ്ഡ് 2, OBC 1. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത്. കൂടാതെ 2 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ മാനേജർ RS ആണ്. ശമ്പളം ലഭിക്കുന്നത് സെയിം തന്നെയാണ്. വേക്കൻസി 4 OBC 1, അൺറിസർവ്ഡ് 3. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ 2 ഇയർ എക്സ്പീരിയൻസും ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ മാനേജർ ആർക്കിടെക്ചർ ആണ്. ശമ്പളം ലഭിക്കുന്നത് 50,000 മുതൽ 1,60,000 വരെയാണ്. വേക്കൻസി 8 SC 1, ST ഇല്ല, OBC 2, EWS 1, അൺറിസർവ്ഡ് 4. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ ആണ്. കൂടാതെ 4 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ മാനേജർ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. വേക്കൻസി 1 അൺറിസർവ്ഡ് കാറ്റഗറി. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE അല്ലെങ്കിൽ BTech ഇൻ എനി ഡിസിപ്ലിൻ അല്ലെങ്കിൽ MCA ആണ് വേണ്ടത്. കൂടാതെ 4 ഇയർ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഇനി അടുത്ത പോസ്റ്റുകൾ നോക്കാം. സെക്ഷൻ B ആണ്. ഇത് റെഗുലർ കാറ്റഗറിയാണ്. സ്ഥിരജോലിയാണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. അസിസ്റ്റൻറ്റ് മാനേജർ പ്രൊക്യൂർമെൻ്റ് ആണ്. വേക്കൻസി 1 ശമ്പളം ലഭിക്കുന്നത് 50,000 മുതൽ 1,60,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BTech അല്ലെങ്കിൽ BE ഇൻ എനി ഡിസിപ്ലിൻ ആണ്. പോസ്റ്റിംഗ് വരുന്നത് ന്യൂഡൽഹിയിലായിരിക്കും. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് മാനേജർ ജനറലാണ്. വേക്കൻസി 2 അൺറിസർവ്ഡ് കാറ്റഗറിയാണ്. ശമ്പളം ലഭിക്കുന്നത് 50,000 മുതൽ 1,60,000 വരെയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോലി വരുന്നത് ന്യൂഡൽഹിയിലാണ്. പ്രായപരിധി 35 വയസ്സ് വരെ. അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് ഇപ്പോൾ ഒഴിവുള്ളത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ക്യാൻഡിഡേറ്റിന് 1-ൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോ പോസ്റ്റിനും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്, കൂടാതെ മെഡിക്കൽ എക്സാമിനേഷനും വരുന്നുണ്ട്. എക്സാം പാറ്റേണും സിലബസും ഒക്കെ തന്നെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് വരുന്നത് www.nhsrcl.in ആണ്. എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ SMS വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ആയിരിക്കും അറിയിക്കുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ബോണ്ട് കൊടുക്കേണ്ടതാണ്. കോൺട്രാക്ച്വൽ പോസ്റ്റുകളാണെങ്കിൽ മിനിമം 2 ഇയേഴ്സ് എങ്കിലും അവിടെ ജോലി ചെയ്യാമെന്നുള്ള ബോണ്ട് കൊടുക്കേണ്ടതാണ്.
ഇനി റെഗുലർ പോസ്റ്റുകളിലേക്കാണെങ്കിൽ 3 ഇയേഴ്സ് എങ്കിലും ജോലി ചെയ്യേണ്ടതാണ്. അതിനായിട്ട് ബോണ്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് www.nhsrcl.in ആണ്. നിങ്ങൾക്ക് ഇതുവഴി അപേക്ഷിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡായിട്ടൊരു പേഴ്സണൽ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക. അവിടെ കരിയേഴ്സ് അല്ലെങ്കിൽ കറണ്ട് ഓപ്പണിങ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അവിടെ ഓൺലൈൻ ലിങ്ക് ഉണ്ട്, അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ SC/ST OBC കാറ്റഗറിയൊക്കെ ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക. എക്സ്പീരിയൻസ് വേണ്ട പോസ്റ്റുകളാണെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെക്കാനായിട്ട് മറക്കരുത്. ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അൺറിസർവ്ഡ് EWS OBC കാറ്റഗറി ആണെങ്കിൽ 400 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC/ST അല്ലെങ്കിൽ വുമൺ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോ പോസ്റ്റിനും ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാം സെൻറ്റർ വരുന്നത് ന്യൂഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, നാഗ്പൂർ, ഹൈദരാബാദൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ നിങ്ങളുടെ മെയിൽ വഴിയായിരിക്കും വരുന്നത്. എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകളുണ്ടെങ്കിൽ സൈറ്റിലായിരിക്കും വരുന്നത്. സൈറ്റ് നോക്കിയാൽ മതി. സൈറ്റ് മറക്കണ്ട, www.nhsrcl.in ആണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്ഥിര ജോലിയുണ്ട്, ടെമ്പററി ജോലിയും വരുന്നുണ്ട്. നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് അവസരമുണ്ട്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോലി വരുന്നത് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലാണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.